തിരുവനന്തപുരത്ത് 5 പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചെടുത്ത ബി.ജെ.പി. 5 പഞ്ചായത്തിലും പ്രസിഡന്റുമാരും വനിതകൾ. അതിയന്നൂർ, അഴൂർ, വിളപ്പിൽ, മാർനല്ലൂർ, മുതാക്കൽ പഞ്ചായത്തുകളിലാണ് ഭരണം പിടിച്ചെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, തിരുവനന്തപുരത്തെ 5 പഞ്ചായത്തുകളിലാണ് ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. അതും 5ഉം വനിതകൾ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയാവുന്ന നേട്ടം. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി, വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിനൊടുവിൽ തിരുവനന്തപുരത്തെ 5 പഞ്ചായത്തുകളിലേക്ക് ബി.ജെ.പി. അധികാരത്തിലെത്തുന്നു. അതും ആ പഞ്ചായത്ത് പ്രസിഡന്റുമാർ 5 പേരും വനിതകളാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടി രോഹിണി സൂചിപ്പിച്ചതുപോലെ അവിടെയുണ്ട്. അതിൽ പലയിടങ്ങളിലും ബി.ജെ.പി. അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ രാഷ്ട്രീയപരമായി തന്നെ നേരിട്ടുകൊണ്ട് അത് പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി.ജെ.പി. അധികാരത്തിലേക്ക് വരുന്നത്. നമ്മൾ അതിലെ ആദ്യത്തെ പഞ്ചായത്തായ അതിയന്നൂരിലേക്ക് വരികയാണെങ്കിൽ അതിയന്നൂരിൽ നിലവിൽ കീർത്തി സൈജുവാണ്, ചിലമ്പിൽ വാർഡിൽ നിന്ന് ജയിച്ച കീർത്തി സൈജുവാണ് ബി.ജെ.പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റായി വിജയിച്ചിരിക്കുന്നത്. അതിലൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്നുള്ളത് 9 NDAക്ക് 9ഉം LDFന് 4ഉം NDAക്ക് 8ഉം LDFന് 7ഉം UDFന് 2ഉം ഉണ്ടായിരുന്ന പഞ്ചായത്താണ്. അതിൽ ഒരു സ്വതന്ത്രനെ കൂടി നിലനിർത്തിക്കൊണ്ട് NDA 8 LDF 8 എന്ന രീതിയിലേക്ക് വന്നു. പിന്നീട് അത് വോട്ടർ നറുക്കെടുപ്പിലേക്ക് പോയി. അങ്ങനെ നറുക്കെടുപ്പിൽ ബി.ജെ.പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന കീർത്തി സൈജു തന്നെ അതിയന്നൂരിൽ ജയിച്ചു കയറുന്നു. പിന്നീട് അഴൂർ പഞ്ചായത്തിൽ കൃത്യമായ ഭൂരിപക്ഷം NDAക്ക് 9, LDFന് 4, UDFന് 5 എന്നിങ്ങനെയായിരുന്നു അവിടുത്തെ സീറ്റ് നില. അങ്ങനെ ആ കൃത്യമായ ഭൂരിപക്ഷം ഉറപ്പാക്കിക്കൊണ്ട് കീർത്തി സൈജു അഴൂർ പഞ്ചായത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടൊപ്പം അതിയന്നൂരിൽ നേരത്തെ ഞാൻ പേര് തെറ്റി പറഞ്ഞിട്ടുണ്ട്. ജി പ്രമീളയാണ് അതിയന്നൂർ പഞ്ചായത്തിലെ ബി.ജെ.പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത്. കീർത്തി സൈജു വരുന്നത് അഴൂർ പഞ്ചായത്തിലാണ്. അങ്ങനെ ഒരു തെറ്റ് ഞാൻ പറഞ്ഞതിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നീട് വരുമ്പോൾ വിളപ്പിൽ പഞ്ചായത്തിലേക്കാണ്. വിളപ്പിൽ പഞ്ചായത്തിലും ഇതുപോലെ ബി.ജെ.പിക്ക് കൃത്യമായ ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്താണ്. അവിടെ NDAയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കന്നി അംഗമായിട്ടുള്ള സൗമ്യ പി തന്നെ വിളപ്പിൽശാല വാർഡിൽ നിന്ന് ജയിച്ച ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സൗമ്യ പി പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വിളപ്പിൽ പഞ്ചായത്ത് പിന്നിടുമ്പോൾ പിന്നീട് മാർനല്ലൂർ പഞ്ചായത്ത് ബി.ജെ.പിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ളൊരു പഞ്ചായത്താണ്. നേരത്തെ 18 മാസം മാത്രം ബി.ജെ.പി. ഭരിച്ചൊരു ചരിത്രമുള്ള പഞ്ചായത്ത്. അന്ന് ബി.ജെ.പിയെ ഭരണത്തിന് പുറത്താക്കാൻ ഇടതും വലതുമൊക്കെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലേക്ക് വന്നൊരു പഞ്ചായത്താണത്. ആ പഞ്ചായത്തിലും ഇപ്പോൾ ബി.ജെ.പി. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറി. അവിടെ ബി.ജെ.പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരമേറ്റിരിക്കുന്നു. PS മായയാണ് അവിടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മംഗലപുരം പഞ്ചായത്ത് പിന്നിടുമ്പോൾ അടുത്തതായി മുതാക്കൽ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അവിടെയും ബി.ജെ.പി. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയിരിക്കുന്നു. ഷൈനി വി ആണ് ഊരുപൈക വാർഡിൽ നിന്ന് മത്സരിച്ച ഷൈനി വി ആണ് മുതാക്കൽ പഞ്ചായത്തിൻ്റെ പുതിയ NDAയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ കഴിഞ്ഞ തവണ മുതാക്കൽ പഞ്ചായത്തിൽ സ്വതന്ത്രൻ്റെ പിന്തുണയോടെ LDF അധികാരത്തിലേറിയതാണ്. അന്നും ബി.ജെ.പി. ആയിരുന്നു, NDA ആയിരുന്നു അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. പക്ഷേ സ്വതന്ത്ര പിന്തുണയിൽ അധികാരം ബി.ജെ.പിയുടെ കയ്യിൽ നിന്ന് LDF തട്ടിയെടുത്തു. ആ സ്ഥലത്ത് ഇന്ന് ബി.ജെ.പി. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയിരിക്കുന്നു. ഇനിയെല്ലാം ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷമാണ് ഈ പഞ്ചായത്തുകളിലെല്ലാം വൈസ് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുക. ഇപ്പോൾ നടന്ന പോലെയുള്ള നടപടിക്രമങ്ങൾക്കൊടുവിൽ വൈകുന്നേരം ഒരു 4 മണിയോടെയൊക്കെ ഇതിൻ്റെ ഒരു അന്തിമ ഫലം വൈസ് പ്രസിഡന്റുമാരുടെ കാര്യത്തിലും നമുക്ക് അറിയാൻ കഴിയുമെന്നുള്ളതാണ്. എന്നാലും തിരുവനന്തപുരത്ത് മറ്റ് ചിലയിടങ്ങളിൽ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ വിവരങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് പാങ്ങോട് പഞ്ചായത്തിൽ SDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ പിന്തുണയുടെ UDF അധികാരത്തിലേറി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത്. ഒന്ന് CPMന് 7ഉം കോൺഗ്രസിന് 6ഉം SDPIക്ക് 3ഉം ബി.ജെ.പിക്ക് 2ഉം വെൽഫെയർ പാർട്ടിക്ക് 1ഉമായിരുന്നു അവിടുത്തെ ഒരു സീറ്റ് നില ഉണ്ടായിരുന്നത്. അതിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും UDFന് 10ഉം LDFന് 7ഉം എന്നുള്ള നില വന്നു. അതിൽ ബി.ജെ.പി. വിട്ടുനിന്നു. ഈ SDPയുടെ 3ഉം വെൽഫെയർ പാർട്ടിയുടെ 1ഉം UDFനെ പിന്തുണച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. അങ്ങനെ SDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയുടെ തിരുവനന്തപുരം പാങ്ങോട് പഞ്ചായത്തിൽ UDF അധികാരത്തിൽ വന്നു. കല്ലിയൂർ പഞ്ചായത്തിൽ ബി.ജെ.പിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിലും 2 സ്വതന്ത്രന്മാരെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും പിന്തുണച്ചുകൊണ്ട് കല്ലിയൂർ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു അട്ടിമറി ശ്രമം CPM നടത്തും. അങ്ങനെ CPM പിന്തുണയുടെ അവിടെ LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി LDF സ്വതന്ത്ര ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട്. അങ്ങനെ ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളും ജനവിധി അട്ടിമറിക്കാനുള്ള ചില ശ്രമങ്ങളും നടന്നെങ്കിലും തിരുവനന്തപുരം ജില്ലയിലെ 5 പഞ്ചായത്തുകളിൽ അതും വനിതാ പ്രസിഡന്റുമാരെ അധികാരത്തിലേറ്റിക്കൊണ്ട് ബി.ജെ.പി. മികച്ച പ്രകടനം തന്നെ ഘട്ടത്തിലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. രോഹിണി. ശരി പ്രജിത്ത്, തിരുവനന്തപുരത്ത് 5 പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചെടുത്ത് ബി.ജെ.പി. 5 പഞ്ചായത്തുകളിലും പ്രസിഡന്റുമാരും വനിതകൾ. അതിയന്നൂർ, അഴൂർ, വിളപ്പിൽ, മാർനല്ലൂർ, മുതാക്കൽ പഞ്ചായത്തുകളിലാണ് ബി.ജെ.പി. ഭരണം പിടിച്ചെടുത്തത്. പ്രജിത് മോഹനനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.